മോദി കെയർ മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോദി കെയർ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ഡെമോസ് ആണ് ചെയ്യുന്നത്. മോദി കെയറിൻ്റെ 3 പ്രൊഡക്ട്സിൻ്റെ ഡെമോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രിപ്പറേഷനോ ഒരുക്കങ്ങളോ ഒന്നും വേണ്ട. അതായത് ഗ്ലാസ്, സ്പൂണ്, ഉപ്പ്, വെള്ളം, ബെറ്റാഡിൻ, ആസിഡ്, പിന്നെ മാർക്കറ്റിലുള്ള സിമിലർ പ്രൊഡക്ട്സ്, അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും നമുക്ക് വേണ്ട. നമുക്ക് ഓൺ സ്പോട്ടിൽ തന്നെ ചെയ്യാവുന്ന 3 ഡെമോസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മോദി കെയർ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അപ്ലൈൻ ആയിട്ടുള്ള ആളുകൾ നമ്മളോട് പറയും, നമ്മൾ എവിടെ മീറ്റിംഗ് ചെയ്താലും നമ്മൾ ആരോട് സംസാരിച്ചാലും, അതിപ്പം ഒരു 1-to-1 സംസാരിക്കുന്നെങ്കിലും ഒരു 15 പേരോടാണെങ്കിലും 30 പേരോടാണെങ്കിലും ഒരു ഗ്രൂപ്പിനോടൊക്കെ സംസാരിച്ചാലും നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന പോലെ, ബിസിനസ് പ്ലാനിനെ പറ്റി പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ഡെമോ ചെയ്യുക എന്നുള്ളത്, അല്ലേ? നമ്മൾ ചിലപ്പം അരമണിക്കൂർ സംസാരിക്കുന്ന എഫക്റ്റ് ആയിരിക്കും നമ്മൾ നല്ലൊരു 1-2 ഡെമോ ചെയ്യുമ്പോഴത്തേക്കും. കാരണം അവർക്ക് മോദി കെയറിലുള്ള 2-3 പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ആ കമ്പനിയോട് തന്നെയാണ് ഒരു വിശ്വാസം വരുന്നത്, അല്ലേ? ആ കമ്പനിയിലെ പ്രൊഡക്ട്സിനോട് തന്നെയാണ് ഒരു വിശ്വാസം തരുന്നത്. കാരണം ഇപ്പം നമ്മളാണേലും മോദി കെയർ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം മോദി കെയറിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റി 100% കോൺഫിഡൻ്റ് ആണ്, അത് നല്ല പ്രൊഡക്ട്സ് ആണെന്നുള്ള കാര്യത്തിൽ, അല്ലേ? പക്ഷേ എന്ന് പറഞ്ഞ് ഈ മോദി കെയറിലുള്ള 400-500 പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം നിർബന്ധമില്ല, അല്ലേ? അപ്പം അതുപോലെ നമുക്കറിയാം, ഒരു കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പ്രൊഡക്ട്സിൻ്റെ നിലവാരത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ബാക്കി പ്രൊഡക്ട്സിൻ്റെ നിലവാരം എങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. ഓക്കെ, അപ്പം നമ്മുടെ കമ്പനിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് ആണ്, അല്ലേ? അപ്പം നമ്മുടെ പ്രൊഡക്ട്സ് നല്ലപോലെ പ്രൊമോട്ട് ചെയ്ത് മാക്സിമം ആളുകളുടെ കൈകളിൽ നമ്മുടെ പ്രൊഡക്ട്സ് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സക്സസ് ഈ ബിസിനസ്സിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. കാരണം ഞാൻ ഹൗസ് മീറ്റിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കാരിങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ ചെയ്യുന്ന മീറ്റിങ്ങിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന 2 പോർഷൻ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ആൾക്കാരെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സക്സസ്സിനെ പറ്റിയിട്ട്, നമ്മൾ ഫോറിൻ ട്രിപ്പ് പോകുന്നതിനെ പറ്റി, അല്ലെങ്കിൽ കാർ ഫണ്ട് മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആരൊക്കെ ചെയ്ത് തരണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ മീറ്റിങ്ങിലും ഞാൻ ആൾക്കാരും കൊണ്ട് അങ്ങനെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഒന്ന് വിഷ്വലൈസ് ചെയ്യിപ്പിക്കും, ആൾക്കാരും കൊണ്ട് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, നമുക്കത് പറഞ്ഞാൽ ആ ഒരു വിഷ്വലൈസേഷൻ കൊണ്ടായിരിക്കും ചിലപ്പം ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെമോസാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെമോ ചെയ്യുമ്പോഴത്തേക്കും അത് ശരിക്കും നമ്മളൊരു മാജിക് ഷോ ചെയ്യുന്ന പോലെ, അല്ലേ? ഇപ്പോൾ സ്റ്റെറി ക്ലീനൊക്കെ ചെയ്യുമ്പം ഒരു ഗ്ലാസ്സിൽ നമ്മുടെ ലിക്വിഡും മറ്റേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റും മറ്റേതിൽ നമ്മുടേത് ഒഴിക്കുമ്പോഴത്തേക്കും ആ ഒരു കളർ മാറി വരുന്നതൊക്കെ ആൾക്കാർ ശരിക്കും ഒരുമാതിരി മാജിക്ക് കാണുന്ന പോലെ ഇരുന്ന് കാണുന്നത്. അപ്പം ഈ മജീഷ്യൻസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, അവർ മാജിക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താ? തെറ്റണേ എന്നല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ആ സ്റ്റെറി ക്ലീൻ ആ വെള്ളത്തിൽ ഒഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പും അല്ലെങ്കിൽ ഒഴിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ പോലും ആൾക്കാർ വിചാരിക്കും ഇപ്പം നടക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ കളർ മാറുന്നതും അതുകൂടാതെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ് വരുന്നത്, അല്ലേ? അതുപോലെ നമ്മുടെ സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റിന് മാത്രം റിയാക്ഷൻ ഒന്നും സംഭവിക്കാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അവർക്ക് ആ നമ്മുടെ പ്രൊഡക്റ്റിനോടൊരു വിശ്വാസമാണ് വരുന്നത്. അതുവഴി നമ്മുടെ കമ്പനിയോട് ഒരു വിശ്വാസം വരും, ഇത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒക്കെയാണ് ആൾക്കാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഞാനിപ്പോഴും പറയുന്നത്, നമ്മൾ ഒരു മീറ്റിംഗ് വെക്കുമ്പോഴത്തേക്കും ബിസിനസ് പ്ലാൻ പറയണം, കമ്പനിയെ പറ്റി പറയണം, എല്ലാം പറയണം. അത് കൂടാതെ നമ്മൾ ഉറപ്പായിട്ടും ഡെമോയും ചെയ്യണം, ആൾക്കാരും കൊണ്ട് ഒരു നല്ല ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒട്ടും ബുദ്ധിമുട്ടില്ല, ഒരു പ്രാക്ടീസും വേണ്ട, ഒന്നും വേണ്ട, എളുപ്പം നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന 3 ഡെമോയാണ്. എന്നാൽ അതിന് നിങ്ങൾക്ക് ഒരു സെറ്റപ്പോ പ്രിപ്പറേഷൻസോ ഒന്നും വേണ്ട, ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ട് നടക്കണ്ട. ഒരു പേഴ്സിൽ ഒതുങ്ങാവുന്ന 3 ഐറ്റംസ് മാത്രം മതി നിങ്ങളുടെ കയ്യിൽ. അപ്പം നമുക്കതെന്താണെന്ന് കണ്ടു നോക്കാം. ഓക്കെ, സപ്പോസ് ഇപ്പം ഞാനിപ്പോൾ ഒരു ഹൗസ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ടീം മീറ്റിംഗ് നടത്തുവാന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ മുമ്പിൽ ഒരു 10-15 ആളുകൾ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിലൊരു മെമ്പറാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റിനെ പറ്റി പറയാം. ഓക്കെ, ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ടീമിനോട് ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ദഹനമില്ലായ്മ, വയറ് കമ്പിക്കൽ, അസിഡിറ്റി, ഗ്യാസ് മൂലമുള്ള നെഞ്ചുവേദന, ആന്ധ്രവായു,
അതുകൂടാതെ ലൂസ് മോഷൻ, ഛർദിൽ, വയറുവേദന, മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ, ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. ഓക്കെ, എന്തൊക്കെയാണ്? ദഹനമില്ലായ്മ, വയറുവേദന, അസിഡിറ്റി, വയറ് കമ്പിക്കൽ, ഗ്യാസ് മൂലമുള്ള നെഞ്ചുവേദന, ഛർദിൽ, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ, ലൂസ് മോഷൻ, ഇത്തരം പ്രശ്നങ്ങളൊന്നും അലട്ടുന്നില്ലാത്തൊരു, മേ ബി ഇന്നില്ലായിരിക്കും, പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊന്നും അലട്ടുന്നില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക പറയുക. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ ഗ്രൂപ്പിൽ ആരെങ്കിലും കൈവക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലേ. ആ ഗ്രൂപ്പിലുള്ള ഒരു 90% ആളുകൾക്കും ഇത്തരം പ്രശ്നം ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പം നമ്മൾ അവരോട് ചോദിക്കുക, അപ്പം ഇതിന് പരിഹാരമുള്ള ഒരു പ്രൊഡക്റ്റ് മോദിക്കയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ എന്ന് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ അമൃതശക്തി എന്നുള്ള പ്രൊഡക്റ്റ് അവരെ ഒന്ന് കാണിക്കുക. അപ്പം നമ്മളങ്ങനെ ചോദിച്ചുകൊണ്ട് അവർക്ക് വിശ്വാസം വരണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു ബോട്ടിൽ ഉണ്ടായിരിക്കണം. ഇത് ഒരു ബോക്സിൻ്റെ അകത്ത് 100 ക്യാപ്സൂലാണുള്ളത്. നിങ്ങൾ അവിടെ ഉള്ള എല്ലാവർക്കും, അതായത് അത് ഏത് പ്രായക്കാരായിക്കോട്ടെ, മീൻസ് തീരെ കുട്ടികളല്ല, അത് ആരും ആയിക്കോട്ടെ, അവിടെയുള്ള എല്ലാവർക്കും നിങ്ങൾ ഇതിൽ ഓരോന്ന് ഒന്ന് കഴിക്കാൻ കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ ആ ഒരു ദിവസം പോലും ആ വ്യക്തിക്ക് ഒരു ഗ്യാസിന്റെ പ്രശ്നമോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഇത് നല്ലൊരു സുഖമായിരിക്കും. ആൾക്കതൊന്ന് കഴിക്കുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം വരും. കാരണം ഞാനിത് ഓൾറെഡി ഞങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ചില ചേച്ചിമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കുറേ നേരത്തേക്ക് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. കുറേ ഇങ്ങനെ ഏമ്പക്കം പോവുക, അങ്ങനെ ഒത്തിരി നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ അവർ പറയും അവർക്ക് പ്രൊഡക്റ്റ് വേണം എന്ന്. അപ്പം നമ്മൾ ഏത് വീട്ടിലാണോ മീറ്റിംഗ് നടത്തുന്നത് ആ വീട്ടിലുള്ളവരോട് പറയും പ്രൊഡക്റ്റ് മേടിക്കുക, ഇവർക്കൊക്കെ സെല്ല് ചെയ്യാന്ന് പറയും. ഓക്കെ, അങ്ങനെ നമുക്കിതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനും സാധിക്കും. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതെന്താണെന്നൂടെ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ അമൃതശക്തിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കർപ്പൂരം, പെരിഞ്ജീരകം, മെന്തോൾ, ഗ്രാമ്പു എന്നിവ അടങ്ങിയവയാണ് അമൃതശക്തി. അപ്പൊ ഇത് ഈ ദഹനമില്ലായ്മ, വയറ് കമ്പിക്കൽ, അസിഡിറ്റി, ഗ്യാസ് മൂലമുള്ള നെഞ്ചുവേദന, ആന്ത്രവായു, പിന്നെ ഛർദില്, വയറുവേദന, ബലബന്ധം എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനാണിത്. ഓക്കെ, അപ്പൊ ഈ കർപ്പൂരത്തിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആമാശയത്തെ ചൂടാക്കിയിട്ട് ലൈക്ക് ഒന്ന് വാമാകാൻ സഹായിക്കും. അതുവഴി ഗ്യാസ് പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നു. പിന്നെ ഛർദില് കുറയ്ക്കാനും വയറിളക്കത്തിന് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് കർപ്പൂരത്തിന്റെ പ്രത്യേകത. പിന്നെ അടുത്തത് പെരിഞ്ജീരകം എന്തിനാണെന്ന് ചോദിച്ചാൽ ദഹനരസം നിലയിലാക്കി വയറുവേദന, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മനം പുരട്ടൽ ഇവയിൽ നിന്നൊക്കെ നമുക്കൊരു ആശ്വാസം നൽകുന്നു. പിന്നെ മെന്തോൾ ആണ് ഗ്യാസിനെതിരെ അതിശക്തമായി പ്രതിരോധിക്കുന്നത്. പിന്നെ ഗ്രാമ്പു കുടലിന്റെ വീക്കം പരിഹരിക്കപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് നമുക്ക് അമൃതശക്തി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങള്. ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ദിവസം 1 തൊട്ട് 3 എണ്ണം വരെ ഈ ജെല്ല് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്യാസ് ഒക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു അമൃതശക്തി എടുത്ത് കഴിച്ചാൽ മതി. ഇത് വെള്ളം കൂട്ടി ജസ്റ്റ് ഒരു ക്യാപ്സൂൾ പോലെ കഴിക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വെള്ളം കൂട്ടിയാണെങ്കിലും കുടിക്കാം. ഇത് കഴിച്ച ഉടനെ നമുക്കറിയാം നമ്മുടെ വയറ്റിൽ ചെന്നത് പൊട്ടി ആ ഒരു എഫക്റ്റ് നമുക്കറിയാം. നമുക്കൊരു സോഡ അല്ലെങ്കിൽ ഒരു സ്പ്രൈറ്റ് കുടിച്ച എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഡെമോയിലേക്ക് കിടക്കാം. രണ്ടാമത്തേതായിട്ട് നിങ്ങൾ ആളുകളോട് ചോദിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക്, അതായത് നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള വൈറസോ ബാക്ടീരിയലോ ഫംഗലോ ഇൻഫെക്ഷൻസ്, അതായത് എന്ത് രീതിയിലുള്ളതായിക്കോട്ടെ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, വൈറസ് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഫംഗൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു സൊല്യൂഷൻ തന്നാൽ നിങ്ങൾ ഹാപ്പി ആവുമെന്ന് ചോദിക്കണം. മോദിക്കലുള്ളൊരു പ്രോഡക്റ്റ് തന്നാൽ നിങ്ങൾ ഹാപ്പി ആവുമെന്ന് ചോദിക്കണം. ഓക്കെ, അതായത് ഇപ്പം ഓക്കെ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഓരോ മുകളിൽ നിന്ന് താഴേക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പം നമ്മുടെ തലയിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേന്, താരൻ, മുടിപൊഴിച്ചൽ, അത്തരം പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഓക്കെ, പിന്നെ മുഖത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മുഖക്കുരു, മുഖത്തെ പാടുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, കുരുവിൻ്റെ പാടുകളൊക്കെ ഇല്ലേ അത്, പിന്നെ ജലദോഷം, ചുമ, തുമ്മൽ, പനി, തലവേദന, അത്തരം കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ പൊള്ളിയ പാടുകളോ, മുറിവ് വന്നിട്ട് കരിയാതെ കിടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അത് ഏത് രീതിയിലുള്ള മുറിവായിക്കോട്ടെ, എന്തെങ്കിലും ലൈക്ക് കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ട് മുറിഞ്ഞതായിക്കോട്ടെ, എന്തെങ്കിലും
കടിച്ചിട്ട് എന്തെങ്കിലും ഇൻസെക്ട്സോ എല്ലാം കടിച്ചിട്ടുണ്ടായ ഒരു പാടായിക്കോട്ടെ, അല്ലാതെ എന്ത് രീതിയിലുള്ള മുറിവായിക്കോട്ടെ, കരിയാൻ താമസം എടുക്കുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സ് കടിച്ചു, അതായത് കൊതുക് കടിച്ചു, കൊതുകൊക്കെ കടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ മക്കളുടെയൊക്കെ ദേഹത്ത് ഇങ്ങനെ തടിച്ചു വരുമല്ലോ, മക്കളുടെ എന്നല്ല നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഒരു തടിച്ചു വരും. പിന്നെന്താ, എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഒരു ഇച്ചിങ്ങോ അങ്ങനെ ഒരു അലർജി, സ്കിന്നിന് എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ. പിന്നെ കാലിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് വിണ്ട് കീറിയിരിക്കുന്നവരാണോ, അപ്പോൾ വിണ്ട് കീറി അതിൽ നിന്ന് ചോര വരിക, പഴുപ്പ് വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിണ്ട് കീറിയിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്ന ആളുകളാണോ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാൻ പറയാം. 100% ആരും കൈവെക്കുകയല്ല അല്ലേ. കാരണം നമ്മുടെ വീട്ടിൽ എന്താ പറയുക, നമ്മുടെ പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചുമയും ജലദോഷം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നിത്യസംഭവമാണ് അല്ലേ. അതുകൂടാതെ ഇപ്പോൾ ഒരു കൊതുക് കടിച്ചുള്ളൊരു തടിപ്പ് പാട് അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ പ്രോഡക്റ്റ് ഒരു ഡ്രോപ്പ് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽവെള്ളയിൽ ഒരു ഡ്രോപ്പ് എടുത്ത് 2 കാൽവെള്ളയിലും തൂത്ത് ഒരു ഡ്രോപ്പ് നമ്മൾ കിടക്കുന്ന പില്ലോയിലോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കം ലഭിക്കും. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇത്രയും പറഞ്ഞ ശേഷം നമ്മൾ മോദി കെയറിൻ്റെ എസെൻഷ്യൽ ഇൻസ്റ്റൻറ്റ് ടീ ട്രീ ഓയിൽ അവരെ ഒന്ന് കാണിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ബോട്ടിൽ തുറന്ന് ഈ ബോട്ടിൽ തുറന്നിട്ട് ഈ ടീ ട്രീ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ ബോട്ടിൽ തുറന്നിട്ട് കെയർഫുള്ളായിട്ട് എല്ലാ ആളുകളുടെയും ചൂണ്ടുവിരലിലേക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒറ്റ ഡ്രോപ്പ് മതി. എന്നിട്ട് അത് അവരോട് പറയണം ഇങ്ങനെ 2 കൈയിലും തൂത്തിട്ട് നല്ലപോലെ ഒന്ന് സ്മെല്ല് ചെയ്യാൻ, നല്ലപോലെ ഒന്ന് ഡീപ്പായിട്ട് സ്മെല്ല് ചെയ്യാൻ പറയാം അവരോട്. അതായത് നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് ഫുള്ളൊന്ന് ഉള്ളിലേക്ക് എടുക്കാന്നതിൻ്റെ മാക്സിമം ഒന്ന് എടുക്കാൻ പറയുക. ഓക്കെ, അപ്പം ഇതിപ്പം ടീ ട്രീ ഓയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും മറ്റ് കമ്പനിയുടെ ടീ ട്രീ ഓയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിലും നമ്മുടെ ടീ ട്രീ ഓയിൽ വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് നമ്മുടെ ടീ ട്രീ ഓയിൽ. എന്നിട്ട് ആ കൈ ഒന്ന് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൈ ജസ്റ്റ് നമ്മുടെ നെറ്റിയിലും ചെവിയുടെ പുറകിലും, എന്നുവെച്ചാൽ ഒന്നും ഇല്ലായിരിക്കും, ബട്ട് സ്റ്റിൽ അത് മതി. ഇത് ഒരു തുള്ളിക്ക് പോലും നല്ല പവർ ഉണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ആ കൈ ജസ്റ്റ് നമ്മുടെ നെറ്റിയിലൊന്ന് തൂക്കുക, ചെവിയുടെ പുറയിലൊന്ന് തൂക്കുക, ഒക്കെ ഒന്ന് ചെയ്യാൻ പറയാം. അവർക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ജലദോഷം ഉള്ളവരോ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ എന്ത് പ്രശ്നത്തിനായിട്ട് നമുക്ക് ടീ ട്രീ ഓയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തലയിലെ താരനോ പേനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയിൽ ഒരു 1-2 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഇടുക. അത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ വരെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക്, ഇപ്പോൾ കാച്ചിയ എണ്ണ ആയിക്കോട്ടെ ഏത് എണ്ണ ആയിക്കോട്ടെ, അതിലേക്ക് 1-2-3 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഒന്ന് ഒഴിക്കുക. ഇപ്പോൾ താരനൊക്കെ ഒത്തിരി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഡ്രോപ്പ് വരെ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മുടെ തലയിലൊന്ന് നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ടീ ട്രീ ഓയിൽ ഡയറക്റ്റ് ഇടരുത്. നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഒരു കാരിയർ ഓയിൽ എപ്പോഴും വേണം. ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ടിടുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഷാമ്പൂ എന്ന കൂട്ടത്തിൽ അതിലേക്ക് നമുക്ക് 2-3 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ മുഖത്ത് കുരുവുള്ളവരോ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവരോ ആക്നെ പ്രോൺ സ്കിന്നുള്ള അങ്ങനെ ആരും ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷിൽ നമുക്കൊരു 1-2 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ കുരു മുഖത്ത് വരാൻ പോവുക അങ്ങനെയൊക്കെ തോന്നുന്നവർക്കാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷിൽ ഒരു 1-2 ഡ്രോപ്പ് ടീ ട്രീ ഓയിലിട്ട് ഫേസ് വാഷ് ചെയ്യാം. പിന്നെ നല്ല കുരുവുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീ ട്രീ ഓയിലിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ എടുത്തിട്ട് ആ കുരുക്കളെല്ലാം ഒന്ന് തൊട്ടിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. മുഖക്കുരുവിന് പിന്നെ നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും രീതിയിലുള്ള അലർജിയോ ഫംഗൽ റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീ ട്രീ ഓയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഒത്തിരി ഇടരുത് കേട്ടോ, 1 അല്ലെങ്കിൽ 2 ഡ്രോപ്പ് എല്ലാ കാര്യത്തിനും. പിന്നെ ഇപ്പം ഒത്തിരി പഴകിയ കഫക്കെട്ടോ അല്ലെ കുറേ നാളായിട്ട് ചുമയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവി പിടിക്കുന്ന ലിക്വിഡിൽ ഇനി മുതൽ നമ്മൾ വേറെ മരുന്നൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ മാത്രം ഇട്ടാൽ മതിയാകും. ഓക്കെ, നമ്മൾ ആവി പിടിക്കുന്ന ലിക്വിഡിലേക്ക് 1-2 ടീ ട്രീ ഓയിൽ ഇടുക. അത് നമുക്ക് ആ റൂം ഫുൾ നമുക്ക് നല്ലൊരു സ്മെല്ല് തരാൻ സഹായിക്കും. ഓക്കെ,
പിന്നെ പിന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ കുഞ്ഞു 2 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ട്രീറ്റുകൾ എടുത്തിട്ട് അവരുടെ ഉടുപ്പിന്റെ പുറത്തുകൂടെ ജസ്റ്റ് നെഞ്ചത്തൊന്ന് അപ്ലൈ ചെയ്യുക. അതായത് ഡയറക്റ്റ് സ്കിന്നിൽ ഇടണമെന്നില്ല, ഒന്നും ആവത്തില്ല, എന്നാൽ പോലും കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഉടുപ്പിന്റെ പുറത്തുകൂടെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ പുറത്തും ഉടുപ്പിന്റെ പുറത്തൂടെ തൂത്ത് കൊടുക്കുക. പിന്നെ കാൽവെള്ളയിൽ 2 ജസ്റ്റ് തൂത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സോക്സ് ഇടിപ്പിച്ച് ഉറക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് ജലദോഷത്തിനൊക്കെ റിസൾട്ട് കിട്ടും. പ്രാണികൾ കടിച്ച്, അതായത് ഇപ്പം ചിലപ്പോൾ കുളവിയോ പിന്നെ കൊതുകോ ഉറുമ്പോ ഒക്കെ കടിച്ച പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കണ്ടാലും നമുക്ക് ടീ ട്രയൽ ഇട്ട് കൊടുക്കാം, ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വൈറൽ ഇൻഫെക്ഷനെതിരെയും ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരെയും ഫംഗൽ ഇൻഫെക്ഷനെതിരെയും ഒക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഒരു കൊറോണയുടെ സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ ടീ ട്രയൽ ഇട്ടൊന്ന് ആവി പിടിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് ആവി നമ്മൾ ഉള്ളിലേക്ക് അങ്ങ് എടുക്കുക. ഓക്കെ. അതുകൂടാതെ കാലില് വളംകടി, പിന്നെ കാല് വിണ്ട് കീറുക, അങ്ങനെയുള്ള പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇളം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് സാധനം വേണമെങ്കിലും ഇടാം. അതായത് ഷാമ്പുവോ സോപ്പോ അങ്ങനെ എന്ത് ഐറ്റം ഇടാം. ആ കൂട്ടത്തിൽ നിങ്ങളൊരു 4-5 ഡ്രോപ്പ് ടീ ട്രയലും കൂടെ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കും. അതുകൂടാതെ വളംകടിയുള്ള ഭാഗത്ത് അല്പം എടുത്ത് മസാജ് ചെയ്യുക. ഉപ്പുവെള്ളവും ഒരു തുള്ളി ഇൻസ്റ്റന്റ് ടീ ട്രയലും ചേർത്ത് വെള്ളത്തിൽ കാൽ കഴുകി എടുക്കുക. ഓക്കെ. പിന്നെ ബാക്ടീരിയ അലർജികൾക്ക് ബാധിച്ച ഭാഗത്ത് അല്പം പുരട്ടുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു കോവിഡ് സമയത്ത് ഈ ടീ ട്രയൽ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്താ പറയുക, ഒന്നിടവിട്ടെങ്കിലും വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ആവി പിടിക്കുക. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ജസ്റ്റ് ടീ ട്രയൽ മാത്രം ഇട്ടാൽ മതി, നിങ്ങൾ വേറെ ഒന്നും ഇടണ്ട. ഓക്കെ. അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് ആവി പിടിക്കുക. പിന്നെ കുളിക്കുന്ന വെള്ളത്തിൽ എല്ലാവരും, വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും കുളിക്കുന്ന വെള്ളത്തിൽ 1-2 ഡ്രോപ്പ് ടീ ട്രയൽ ഇട്ട് കുളിക്കുക. അത് നിങ്ങൾ തലവഴി ഒഴിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ. ആ വെള്ളം. അതുകൂടാതെ ഇപ്പൊ തുമ്മല്, ചുമ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2-3 തുള്ളി ഇട്ട വെള്ളത്തിൽ ആവി പിടിക്കുക. അല്പം എടുത്ത് നെഞ്ച്, കാൽപാദം, കഴുത്ത് എന്നിവിടങ്ങളിൽ മസാജ് ചെയ്യുക. പിന്നെ പ്രാണികളെ അകറ്റാന് കുറച്ച് തുള്ളി വെള്ളം ചേർത്ത് ശരീരത്തിൽ പുരട്ടുക. വളർത്തുമൃഗങ്ങൾക്ക് ഇത് മനുഷ്യർക്ക് മാത്രമല്ല, നമ്മൾ വളർത്തുമൃഗങ്ങൾക്കും കുറച്ച് തുള്ളി വെള്ളം ചേർത്ത് അവയുടെ ശരീരത്തിൽ സ്പ്രേ ചെയ്യുക. അപ്പം ഈ നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ മുറ്റത്തേക്കോ പാർക്കിലേക്കൊക്കെ വിടുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും അവിടെ എല്ലാം കൊതുകിന്റെ ശല്യം കാണും. അപ്പൊ ആ കേസിൽ നമ്മൾ ഒരു 1-2 ഡ്രോപ്പ് വെള്ളം എടുത്തിട്ട് ഒരു ഡ്രോപ്പ് ടീ ട്രയലും ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് മിക്സ് ചെയ്തിട്ട് അവരുടെ ദേഹത്തൊന്ന് ഫുൾ കയ്യിലും കാലിലും എല്ലാം, അതായത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തെല്ലാം തൂത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊതുക് കടിക്കും, അങ്ങനെ യാതൊന്നും സംഭവിക്കത്തില്ല. അല്ലാതെ നമ്മൾ വേറെ ക്രീമോ അങ്ങനെയൊന്നും തേക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് വെള്ളത്തിൽ 1-2 ഡ്രോപ്പ് ടീ ട്രയൽ മിക്സ് ചെയ്തിട്ട് അവരുടെ ദേഹത്തൊന്ന് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരും നല്ല വൃത്തിയായിട്ടിരിക്കും. ഓക്കെ. സോ ടീ ട്രയലിനെ പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഗുണങ്ങളുണ്ട്. ഞാനപ്പം അതെല്ലാം കൂടെ വെച്ച് ഞാൻ ടീ ട്രയലിന് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പറയാം. അപ്പം ഈ ഡെമോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഓൾറെഡി 2 പ്രൊഡക്ട്സിനെ പറ്റി പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് ഈ 2 പ്രൊഡക്റ്റും ആൾക്കാർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊന്നും കൂടാതെ നമ്മുടെ എല്ലാവരുടെയും വീക്ക്നെസ് ആണല്ലോ നമ്മുടെ സൗന്ദര്യം എന്നുള്ളത്, അല്ലേ? അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു ബ്യൂട്ടി റിലേറ്റഡ് പ്രൊഡക്റ്റ് കൂടെ ഡെമോ കൊടുത്താലോ? അതിനായിട്ട് നമ്മൾ അവരെ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റാണ് ഫ്രൂട്ട് ഓഫ് ദ എർത്തിന്റെ മൂർ മഡ് ഫേഷ്യൽ ബാർ. ഓക്കെ. സോ ഇതിനെപ്പറ്റി നമുക്ക് ആദ്യമേ തന്നെ പറയുന്ന കാര്യമാണ്, ഇത് നമ്മുടെ ക്ലിയോപാട്രയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ക്ലിയോപാട്ര പുള്ളിക്കാരുടെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രൊഡക്റ്റാണ് ഈ മൂർ മഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു കെമിക്കൽസോ അങ്ങനെ യാതൊന്നുമില്ല. ഇത് തികച്ചും ഒരു മഡാണ്, അതായത് ഒരു എന്താ പറയുക, ഒരു ക്ലേ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം മൂന്നാമതായിട്ട് നിങ്ങൾ ഇവരോട് നിങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആദ്യമേ ചോദിക്കാം, ഇനി നമുക്കൊരു ഫേഷ്യൽ ചെയ്താലോ എന്ന് ചോദിക്കാം. ഓക്കെ. അപ്പം അവരെല്ലാം ചിരിക്കും, അല്ലേ? ഡെമോ ആയിട്ട് ഫേഷ്യൽ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പറയണം, അതെ, ഞാൻ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് ഫേഷ്യൽ ചെയ്യിപ്പിക്കാൻ പോകണേ. 2 മിനിറ്റിൽ ഒരു ഫേഷ്യൽ. സാധാരണ നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി മിനിമം ഒരു 500 രൂപയെങ്കിലും ആവും ഒരു ഫേഷ്യൽ ചെയ്യാൻ, അല്ലേ? ഓക്കെ. ഇത് കേൾക്കുമ്പോൾ ആണുങ്ങൾ ഓർക്കും ഇത് അവർക്ക് ബാധകമായിട്ടുള്ള ടോപ്പിക് അല്ലെന്ന്. ഇത് ഞാൻ എല്ലാവരെയും, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റാണ്. ഓക്കെ. ഇത് വെറും ഒരു സോപ്പാണ്. ഓക്കെ.
പിന്നെ ഇപ്പൊ ലേഡീസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം അവരുടെ അച്ഛനോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും ആങ്ങളമാരോടാണെങ്കിലും എന്തെങ്കിലും ഒന്ന് മുഖത്തിടെ. അപ്പം അവർ പുറത്ത് ബൈക്കിലൊക്കെ പോകുമ്പോഴും പുറത്ത് വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാ, അപ്പൊ ടാൻ അടിച്ച് മുഖമൊക്കെ ആകെ മുഷിഞ്ഞിരിക്കുന്ന ആൾക്കാർ. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ ആണുങ്ങൾ ചെയ്യത്തില്ല. അപ്പൊ അവർ ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുന്നതോ അല്ലെങ്കിൽ ഒരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുന്നതോ ഒക്കെ എന്തോ ചെയ്യുന്നവരില്ലെന്നല്ല കേട്ടോ. ഇപ്പൊ ഒത്തിരി എനിക്കൊന്ന് പെണ്ണുങ്ങളെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർ ബോയ്സ് ആണ്. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ അപ്പമാർക്കൊക്കെ ആണല്ലോ ചേട്ടന്മാർക്കൊക്കെ ആണല്ലോ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ബെസ്റ്റ് ആയിട്ടാണ് ഇത്. ഒരെണ്ണത്തിന് ഒരു 100 രൂപ താഴെ വരുന്നുള്ള പ്രൊഡക്റ്റ്. ഇതും നമ്മൾ നമ്മുടെ മുഖത്തിന് മാത്രം വെച്ചാൽ മതി. ഓക്കെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇത് അപ്പോൾ നമ്മൾ അവരോട് പറയണം, നമ്മളിപ്പോൾ നിങ്ങളെ ഒരു ഫേഷ്യൽ ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പോൾ യൂഷ്വലി നമ്മളൊരു പാർലറിൽ പോയാൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഒരു ഫേഷ്യൽ ചെയ്യാൻ. അതും പല സ്റ്റെപ്പുകളാണ്. നമ്മൾ ആദ്യമേ ക്ലെൻസിങ് ചെയ്യും, പിന്നെ സ്ക്രബിങ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മസാജ്, പിന്നെ ഒരു പായ്ക്ക്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരു നോർമൽ ഫേഷ്യൽ ചെയ്യാറ് അല്ലേ. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ആളുകളെ കൊടുത്തിട്ട് അവരോട് പറയണം, വാഷ് ബേസിന്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് കഴുകുക, എന്നിട്ട് ഈ സോപ്പ് ഒന്ന് നനച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ചാക്കുക, എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ മുഖത്തൊന്ന് സാധാരണ നമ്മൾ മുഖം ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യാൻ പറയുക. ഈ സോപ്പ് നമ്മുടെ മുഖത്ത് ഫുള്ളാക്കി ഒന്ന് നല്ലപോലെ 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക, എന്നിട്ട് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പൊ സ്കിന്നൊന്ന് ഡ്രൈ ആകും. ഡ്രൈ ആകുന്ന സമയത്ത് കഴുകിക്കളയാൻ പറയാം. എന്നുവെച്ചാൽ ഒരാൾ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് സ്കിൻ ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്തയാളോട് ചെയ്യാൻ പറയാം. കാരണം ഞാനിത് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മീറ്റിംഗ്സിലൊക്കെ നമ്മൾ 10-15 പേരോട് ഇത് ചെയ്യാറുള്ളത്, എല്ലാവരും ചെയ്യാറുമുണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സോപ്പ് അവരുടെ ഫേസിൽ ടച്ച് ചെയ്യേണ്ടെന്ന് പറയണം. കാരണം ഇപ്പൊ ആക്നെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ജസ്റ്റ് സോപ്പ് നിങ്ങളുടെ കയ്യിൽ തന്നെ എടുക്കുക, കയ്യിലെടുത്തൊന്ന് പതിപ്പിച്ച ശേഷം അത് മുഖത്ത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒരു 1-2 മിനിറ്റ് അതൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക. നമുക്ക് ആ സ്കിന്നൊന്ന് വലിഞ്ഞൊരു ഫീൽ വരുമ്പോഴത്തേക്കും അവരോട് കഴുകിക്കോളം പറയുക. ഓക്കെ, എന്നിട്ട് കൂടുതലൊന്നും പറയണ്ട, അവരോട് പറയാം ജസ്റ്റ് കണ്ണാടിയെ നോക്കുക, എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാൻ പറയട്ടെ. അത് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ എല്ലാവരും കൊണ്ടും ചെയ്യിപ്പിക്കണം. കാരണം ബോയ്സിനൊക്കെ ഇല്ല നല്ല അടിപൊളി റിസൾട്ട് കിട്ടും, ഗേൾസിന് കിട്ടത്തില്ലെന്നല്ല എല്ലാവർക്കും കിട്ടും. മനസ്സിലായോ? അപ്പം ഇതാണ് നമുക്ക് ചെയ്യിപ്പിക്കാവുന്ന 3ാമത്തെ ഡെമോ. നമ്മുടെ മോർ ഇന്നോവേറ്റീവ് ഫേഷ്യൽ ബാറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, റീവൈറ്റലൈസിങ്, ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇത് ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നടക്കുന്നത്. ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിലുള്ള ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും മാറും. അതുകൂടാതെ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ടോൺ ഒരു സ്റ്റെപ്പ് കൂട്ടാനും സഹായിക്കും. അതായത് നിങ്ങൾ വെളുത്ത് തുടുക്കും എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് എന്താ പറയുക നമ്മുടെ ഫേസിനെ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ ഈ ഡീപ്പ് മോർ ക്ലേ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചർമ്മത്തിന്റെ പ്രകൃതിദത്തമായ pH സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വിഷാംശങ്ങളെ ആഗിരണം ചെയ്ത് നശിപ്പിക്കുന്നു. അസ്വസ്ഥതയുള്ള അല്ലെങ്കിൽ പുകച്ചിൽ നീറ്റങ്ങളുള്ള കോശങ്ങളെ ആന്റി ഇൻഫ്ലമേറ്ററി ഫലം നൽകുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഫേഷ്യൽ ബാറിന്റെ അകത്ത് നമുക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രേപ്പ് സീഡ് ഓയിലുണ്ട്, ഒലിവ് ഓയിലുണ്ട്, ഇരട്ടി മധുരച്ചാറുണ്ട്. അപ്പൊ ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്തിനാന്ന് ചോദിച്ചാൽ കണ്ണിന് താഴെയുള്ള വളയങ്ങൾ നീക്കാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ ഏജിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമാണല്ലോ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം, പിന്നെ അവിടെ സ്കിൻ ചുക്കിച്ചുളുങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നീക്കാൻ ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒലിവ് ഓയിലിന്റെ ആന്റി ഓക്സിഡന്റ് പോഷകങ്ങൾ ചർമ്മത്തെ ക്ഷയിപ്പിക്കുന്ന അന്യവസ്തുക്കളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു. ഇത് ചർമ്മത്തെ ആഗിരണം ചെയ്യുന്നതിനാൽ ഒരു പ്രകൃതിദത്തമായ മോയ്സ്ചറൈസർ കവചമായി പ്രവർത്തിക്കുന്നു. പിന്നെ അടുത്തത് ഇരട്ടി മധുരച്ചാറ് ചർമ്മത്തിന് നിറം നൽകാൻ സഹായിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫേഷ്യൽ ബാറിന്റെ അകത്തുള്ള കണ്ടന്റ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് റെഗുലറായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതൊരു ക്ലേ ആണ്, ഇതിൽ യാതൊരുവിധ കെമിക്കൽസും ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്റ്റോ സ്കിൻ റിയാക്ഷൻ ഉണ്ടാവുന്നൊന്നും നിങ്ങൾക്ക് പേടിക്കണ്ട. ഓക്കെ, ഇത് ഉപയോഗിച്ച എല്ലാവരും 100% നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഞാനീ പറഞ്ഞ 3 ഡെമോയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഇനി കഴിയുന്ന നിങ്ങളുടെ മീറ്റിംഗിലെല്ലാം ഒന്ന് ഉൾപ്പെടുത്താൻ ട്രൈ ചെയ്യുക. അത് ഒരാളുള്ള മീറ്റിംഗ് ആയിക്കോട്ടെ, 10 പേരുള്ളായിക്കോട്ടെ, 15 പേരുള്ളായിക്കോട്ടെ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം ഹൗസ് മീറ്റിംഗ്സ് ഒക്കെ പോസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ആൾക്കാരൊക്കെ ചെയ്തു തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ടീമിലുള്ള ആൾക്കാരൊക്കെയാണല്ലോ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം
ഇത് നോക്കാം, നിങ്ങൾക്ക് ഇതിന് യാതൊരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുകൊണ്ടോ നമുക്ക് ജസ്റ്റ് കൈ കൊള്ളാവുന്ന 3 പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രോഡക്ട്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതണം. അപ്പം നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ മീറ്റിംഗ് എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരോട് ഇതിന്റെ കുറച്ച് ഇപ്പം മോർ സോപ്പൊക്കെ ആണെങ്കിലും ഒരു 2 ബോക്സ് ഒക്കെ ഒന്ന് മേടിച്ച് വെച്ചേക്കാൻ പറയുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടായിരിക്കണം. കാരണം ഈ ഒരു ഡെമോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ആൾക്കാർ ചോദിക്കും, അവർക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം കൊടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. കാരണം അപ്പം തന്നെ കൊടുത്താൽ ചിലപ്പോൾ ആൾക്കാർ മേടിച്ചോളും, അവർക്കത് യൂസ് ചെയ്യാൻ ഒരു താല്പര്യം കാണും. ചിലപ്പോൾ പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു താല്പര്യം അവർക്ക് കുറഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്ന വഴിയായിരിക്കും അവർ ചിലപ്പോൾ മോദിക്കറിലേക്ക് വരുന്നത്. പിന്നെ അവർ കൂടുതൽ 2-3 പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യും. അങ്ങനെ മോദിക്കറിന്റെ ഒരു കസ്റ്റമർ ആവുമോ ഒരു മെമ്പർ ആവുമോ ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.